ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ഓർ മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസിൽ 4 മെത്തേഡ്സ് ആണ്, അതായത് 4 അപ്രോച്ചസ് ആണ് പ്രൈസ് ലെവൽ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ കറൻറ്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ്, സെക്കൻഡ് വൺ കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്, തേർഡ് സ്പെസിഫിക് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ അക്കൗണ്ടിങ്, ഫോർത്ത് വൺ പീരിയോഡിക് റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് അലോങ് വിത്ത് ദി അഡോപ്ഷൻ ഓഫ് ലിഫോ മെത്തേഡ് ഓഫ് ഇൻവെൻട്രി. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കറൻറ്റ് പർച്ചേസിംഗ് പവർ അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ് ഓർ CCA അപ്രോച്ചാണ്. CCA അപ്രോച്ച് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് ടു കറൻറ്റ് പർച്ചേസിംഗ് പവർ മെത്തേഡ്. കറൻറ്റ് പർച്ചേസിംഗ് പവർ മെത്തേഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് CCA അപ്രോച്ച് നിലവിൽ വന്നിട്ടുള്ളത്. CCA അപ്രോച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1975 to overcome the difficulties of CPP method. CPP മെത്തേഡിൻ്റെ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി 1975 CCA മെത്തേഡ് വന്നത്. Actually, the CPP method applies the retail price index for finding out the conversion factors to restate the income statement and balance sheet. നമ്മൾക്കറിയാം CPP മെത്തേഡിൽ നമ്മളൊരു പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ടാണ്, ഒരു റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് സാധാരണയായിട്ട് കാൽക്കുലേഷൻസ് നടത്താറ്. ദിസ് മെത്തേഡ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെയും ചേഞ്ചസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അണ്ടർ CPP മെത്തേഡ് ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് മണി ഈസ് കൺസിഡേർഡ്. CPP മെത്തേഡിൽ മണിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നു. അണ്ടർ ദിസ് മെത്തേഡ് അസറ്റ്സ് ആർ വാല്യൂഡ് അറ്റ് കറൻറ്റ് കോസ്റ്റ്. അതായത് അണ്ടർ CPPA മെത്തേഡ് ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് മണി ആർ കൺസിഡേർഡ്. ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച മെത്തേഡിൽ മണി വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നു. അണ്ടർ CCA മെത്തേഡ് ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ഓഫ് ഐറ്റംസ് ആർ നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. റേദർ കറൻറ്റ് വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റംസ് ആർ ടേക്കൺ ആസ് ബേസിസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. CCA മെത്തേഡിൽ ഹിസ്റ്റോറിക്കൽ വാല്യൂ, ഓരോ ഐറ്റത്തിൻ്റെയും ഹിസ്റ്റോറിക്കൽ വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല. എന്താണ് കൺസിഡർ ചെയ്യുന്നത്? കറൻറ്റ് വാല്യൂസ് ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റംസ് ആർ ടേക്കൺ. ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെയും കറൻറ്റ് വാല്യൂസാണ് നമ്മളെ ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള ബേസ് ആയിട്ട് എടുക്കുന്നത്. ഹിയർ ദ അസറ്റ്സ് ആർ വാല്യൂഡ് അറ്റ് കറൻറ്റ് കോസ്റ്റ്. CCA മെത്തേഡിൽ അസറ്റ്സ് കറൻറ്റ് കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നത്. Current cost is the cost at which the assets can be replaced as on a date. എന്നാണോ അസറ്റ് റീപ്ലേസ് ചെയ്യുന്നത്, ഏത് ഡേറ്റിനാണോ റീപ്ലേസ് ചെയ്യുന്നത് ആ ഡേറ്റിനുള്ള കോസ്റ്റിനെയാണ് എന്ത് പേര് പറയുന്നത്? കറൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് കോസ്റ്റ് ഈസ് റെഫേർഡ് ആസ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഇതിനെ എന്ത് പേര് കൂടി പറയുന്നുണ്ട്? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അണ്ടർ CCA മെത്തേഡ് അസറ്റ്സ് ആർ വാല്യൂഡ് അറ്റ് കറൻറ്റ് കോസ്റ്റ്. CCA മെത്തേഡിൽ അസറ്റ്സ് വാല്യൂ ചെയ്യുന്നത് കറൻറ്റ് കോസ്റ്റിലാണ്. കറൻറ്റ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് അറ്റ് വിച്ച് ദ അസറ്റ്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് ഓൺ ഡേറ്റ്. അസറ്റ്സ് റീപ്ലേസ് ചെയ്യുന്ന ആ ഡേറ്റിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? കറൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഇതിനെ എന്തും കൂടി പറയുന്നു? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്നും കൂടി പറയുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CCA. എന്തൊക്കെയാണ് ഈ കറൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഫിക്സഡ് അസറ്റ്സ് ആർ ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് അറ്റ് ദെയർ കറൻറ്റ് വാല്യൂസ് ആൻഡ് നോട്ട് അറ്റ് ദെയർ ഡിപ്രീഷിയേറ്റഡ് ഒറിജിനൽ കോസ്റ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഫിക്സഡ് അസറ്റ്സ് എല്ലതും കറൻറ്റ് വാല്യൂസിലാണ് കാണിക്കുക, അല്ലാതെ ഒറിജിനൽ കോസ്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ല ഈ മെത്തേഡിൽ നമ്മൾ കാണിക്കുന്നത്. സാധാരണ ചെയ്യുന്ന പോലെയല്ല, കറൻറ്റ് കോസ്റ്റിലാണ് ഫിക്സഡ് അസറ്റ്സ് ബാലൻസ് ഷീറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. സ്റ്റോക്സ് ആർ ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് അറ്റ് ദെയർ വാല്യൂ ടു ബിസിനസ്, ദ വാല്യൂ പ്രിവെയിലിംഗ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്നാണോ നിലവിൽ വരുന്നത് ആ ഡേറ്റിൻ്റെ വാല്യൂ, എത്രയാണോ സ്റ്റോക്കിൻ്റെ വാല്യൂ വരുന്നത് അതാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ കറൻറ്റ് വാല്യൂസ് ഓഫ് ദ റെലവൻറ്റ് ഫിക്സഡ് അസറ്റ്സ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. ഡിപ്രീസിയേഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? കറൻറ്റ് വാല്യൂസിൻ്റെ ബേസിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറൻറ്റ് വാല്യൂസ് ആൻഡ് ദ ഡിപ്രീഷിയേറ്റഡ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു റീവാലുവേഷൻ റിസർവ് അക്കൗണ്ട്, വിച്ച് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് വിച്ച് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ.
ഇപ്പോൾ കറൻറ്റ് വാല്യൂയും ഡിപ്രീഷിയേറ്റഡ് ഒറിജിനൽ കോസ്റ്റും, അതായത് ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂയും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഈ ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ 1,00,000 രൂപയിൽ നിന്ന് ഒരു 10% ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ 90,000 ഡിപ്രീഷിയേറ്റഡ് വാല്യൂ. കറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 70,000 കറൻറ്റ് വാല്യൂ ആ അസറ്റിനുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 70,000-ഉം 90,000-ഉം തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്, 20,000. ഈ 20,000 എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ട്രാൻസ്ഫേർഡ് ടു റിവാലുവേഷൻ റിസർവ് അക്കൗണ്ട്. ഇത് റിവാലുവേഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇതൊരിക്കലും എന്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ കുറവാണ്, കൂടുതലാണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ പറ്റില്ല. വിച്ച് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉപയോഗിക്കില്ല. നെക്സ്റ്റ് 5th പോയിന്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ ഈസ് ടേക്കൺ ആസ് കറൻറ്റ് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് അറ്റ് ദ ഡേറ്റ് ഓഫ് കൺസംഷൻ ആൻഡ് നോട്ട് അറ്റ് പർച്ചേസ് പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ ഈസ് ടേക്കൺ അറ്റ് കറൻറ്റ് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക്. എന്നാണോ വാങ്ങിച്ചിട്ടുള്ളത് ആ വാങ്ങിച്ച ഡേറ്റ് ഓഫ് കൺസംഷൻ്റെ കറൻറ്റ് വാല്യൂ ആണ് സ്റ്റോക്ക് കൺസ്യൂംഡിൽ എടുക്കുക, അല്ലാതെ പർച്ചേസ് പ്രൈസ് അല്ല. സ്റ്റോക്ക് കൺസ്യൂംഡിൻ്റെ പർച്ചേസ് പ്രൈസ് അല്ല നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ കറൻറ്റ് വാല്യൂ. മോണിറ്ററി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ നോട്ട് അഡ്ജസ്റ്റഡ് ബിക്കോസ് ദേ ആർ ഓൾവേസ് റെക്കോർഡഡ് അറ്റ് ദെയർ വാല്യൂ ടു ദ ബിസിനസ്. ദ വാല്യൂസ് ഓഫ് ദീസ് ഐറ്റംസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ. മോണിറ്ററി അസറ്റ്സും ലയബിലിറ്റീസും അഡ്ജസ്റ്റ് ചെയ്യാറില്ല, ഓൾറെഡി അത് ബിസിനസ്സിൽ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ ചെയ്യാണ്, അല്ലാതെ പ്രൈസ് ലെവൽ അനുസരിച്ച് ചേഞ്ച് വരുത്താറില്ല. നെക്സ്റ്റ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് അണ്ടർ CCA ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. CCA പ്രകാരം കിട്ടുന്ന അക്കൗണ്ടിങ് പ്രോഫിറ്റ്സിനെ 3 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. കറൻറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുന്നത്? ഫസ്റ്റിൽ സെയിൽസ് പ്രൊസീഡ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ്, അതിൽ നിന്നും കിട്ടുന്ന സെയിൽസ് പ്രൊസീഡ്സിൽ നിന്നും മൈനസ് ചെയ്യുന്നു. എന്താണ് മൈനസ് ചെയ്യുന്നത്? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്തിട്ടുള്ളതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ആണ് രണ്ടിലും ഐറ്റം, അതിൻ്റെ സെയിൽ പ്രൊസീഡ്സിൽ നിന്നും അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മൈനസ് ചെയ്യുന്നു ഫസ്റ്റിൽ. സെക്കൻഡ് പറയുന്നത് റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ, അതായത് 3 ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്. കറൻറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഫസ്റ്റിൽ, രണ്ടാമത്തെ റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ ആണ്, മൂന്നാമത്തെ അൺറിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ ആണ്. ഇനി റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ എങ്ങനെ കാണുന്നത്? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് നോൺ മോണിറ്ററി അസറ്റ് സോൾഡ് ഓൺ ഡേറ്റ് ഓഫ് സെയിൽ. ഇപ്പോൾ ഡേറ്റ് ഓഫ് സെയിലിൻ്റെ അന്ന്, അതായത് സെയിൽ നടക്കുന്ന ഡേറ്റിൻ്റെ അന്ന് എത്രയാണ് നോൺ മോണിറ്ററി അസറ്റ് സെയിൽ ചെയ്തിട്ടുള്ള നോൺ മോണിറ്ററി അസറ്റ്സ് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടോ അതിൽ നിന്നും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മൈനസ് ചെയ്യുന്നു. അതാണ് റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ എന്ന് പറയുന്നത്. അൺറിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിൻ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് നോൺ മോണിറ്ററി അസറ്റ്സ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. റിയലൈസ്ഡ് ഹോൾഡിംഗ് ഗെയിനിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് നോൺ മോണിറ്ററി അസറ്റ്സ് സോൾഡ് ഓൺ ഡേറ്റ് ഓഫ് സെയിലാണ് പറയുന്നത്, ഇവിടെ പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ആണ്, മൈനസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇതാണ് നമ്മളുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ 3 ഭാഗങ്ങളായി തരംതിരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നമ്മൾക്കിതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ കാൽക്കുലേഷൻ ഓഫ് കറൻറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വേണ്ടത്? ഇപ്പോൾ ഫസ്റ്റ് വൺ COSA കറൻറ്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കറൻറ്റ് കോസ്റ്റ്. ഇവിടെ കറൻറ്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഫസ്റ്റ് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതാണ് COSA കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് കറൻറ്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ 4 കോമൺ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ ഒന്നുകൂടി സബ് ഡിവൈഡാണ്. ഫസ്റ്റിലെ കറൻറ്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ 3 സംഭവങ്ങളാണ്: ഡിപ്രീസിയേഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ. സെക്കൻഡ് വൺ ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടും കൊടുത്തിട്ട് നമ്മൾക്കിതിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്, മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റും ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റും നോക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്.
Under this method, depreciation is debited to profit and loss account on the basis current value or replacement cost of the fixed assets. ഇതിൽ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? കറൻറ്റ് വാല്യൂ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. The current depreciation charge is obtained under this method by apportioning average net replacement cost over expected remaining useful life of fixed asset at the beginning of the period. ഇതെങ്ങനെയാണ് ഈ കറൻറ്റ് ഡിപ്രീസിയേഷൻ ചാർജ് കിട്ടുന്നത്? അപ്പോർഷനിങ് ആവറേജ് നെറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ആവറേജ് നെറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പെക്റ്റഡ് റിമൈനിങ് ലൈഫും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ കറൻറ്റ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഇൻഡെക്സ്, ആവറേജ് ഇൻഡെക്സാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ബാക്ക്ലോഗ്, അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ. ഇഫ് ഫിക്സഡ് അസറ്റ്സ് ആർ റിവാല്യൂഡ് എവറി ഇയർ ദർ വിൽ ബി ഷോർട്ട് ഫോൾ ഓഫ് ഡിപ്രീസിയേഷൻ. എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ ഇങ്ങനെ വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ എന്തെങ്കിലും കുറവ് ഡിപ്രീസിയേഷനിൽ വരാം, ഷോർട്ട് ഫോൾ. സച്ച് ഡിപ്രീസിയേഷൻ ഈസ് കോൾഡ് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ. അതിനെയാണ് എന്ത് പേര് പറയുന്നത്? ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദ ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ ഈസ് ഡെബിറ്റഡ് ടു ദ കറണ്ട് കോസ്റ്റ് റിസർവ് ഓർ അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് ദ റിവാലുവേഷൻ റിസർവ് ഓൺ ഫിക്സഡ് അസറ്റ്സ്. ഒന്നുകിൽ ഇത് കറണ്ട് കോസ്റ്റ് റിസർവിലേക്ക് ഡെബിറ്റ് ചെയ്യും, കറണ്ട് കോസ്റ്റ് റിസർവ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിവാലുവേഷൻ റിസർവ് ഓൺ ദ ഫിക്സഡ് അസറ്റ്സിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ ഈക്വൽ ഗ്രോസ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മൈനസ് നെറ്റ് റീപ്ലേസ്മെൻറ്റ്, ഗ്രോസ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മൈനസ് നെറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അതല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഓൾറെഡി മൈനസ് ഗ്രോസ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മൈനസ് നെറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മൈനസ് പ്രീവിയസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ പ്ലസ് ഡിപ്രീസിയേഷൻ ഫോർ ദി കറണ്ട് ഇയർ. പ്രീവിയസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഫോർ ദി കറണ്ട് ഇയറും കൂടി ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് ഫസ്റ്റിൽ പ്രീവിയസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഫോർ ദി കറണ്ട് ഇയറും കൂടി ആഡ് ചെയ്യുക. ഗ്രോസ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ നിന്നും നെറ്റ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും ഈ എമൗണ്ടും മൈനസ് ചെയ്യാം. അപ്പോൾ ബാക്ക്ലോഗ് ഡിപ്രീസിയേഷനും ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡും. ഇതിൽ ഓൾറെഡി ടെക്സ്റ്റിലുള്ളതും തന്നിട്ടുണ്ട്, ഇതേ സംഭവങ്ങൾ തന്നെ. ഇനി നമുക്ക് ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഷോൺ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷുഡ് ബി അറ്റ് ദ കറൻറ്റ് കോസ്റ്റ് വെൻ ഗുഡ്സ് ആർ സോൾഡ്. ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കറൻറ്റ് കോസ്റ്റിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അതൊരിക്കലും ഏത് കോസ്റ്റിലല്ല? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലല്ല റെക്കോർഡ് ചെയ്യുന്നത്. സോ സെർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ് ആർ ടു ബി മെയ്ഡ് ഫോർ ദിസ് പർപ്പസ് ഇഫ് സ്റ്റോക്സ് ആർ ദർ. അപ്പോൾ അവിടെ സെർട്ടൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും. ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ COSA. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെയാണ് എന്ത് പേര് പറയുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കറൻറ്റ് കോസ്റ്റിലാണ്. ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ കറൻറ്റ് കോസ്റ്റിൽ കാണിക്കും, ഒരിക്കലും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലല്ല. ഇങ്ങനെ കാണിക്കേണ്ടി വരുമ്പോൾ കുറച്ച് സ്റ്റോക്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? COSA എന്നുള്ള പേര് പറയുന്നത്. അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? ഈ ഫോർമുല, താഴെ പറയുന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്കത് ഡിറ്റർമിൻ ചെയ്യാം. COSA ഈക്വൽ C മൈനസ് O. C ഈക്വൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ നിന്നും മൈനസ് O, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മൈനസ് ചെയ്യുക. ഓക്കെ, മൈനസ് IA, ആവറേജ് ഇൻഡെക്സ് നമ്പർ. IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻഡെക്സ് നമ്പർ. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. C ഡിവൈഡഡ് ബൈ IC. C ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് ആണ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻഡെക്സ് നമ്പർ അപ്രോപ്രിയേറ്റഡ് ടു ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അപ്രോപ്രിയേറ്റ് ഇൻഡെക്സ് നമ്പർ മൈനസ് O ഡിവൈഡഡ് ബൈ IO. O ഈക്വൽ ഓപ്പണിംഗ് സ്റ്റോക്ക്. IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ അപ്രോപ്രിയേറ്റ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
COSA കോസ്റ്റ് ഓഫ് സെയിൽസ് അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതിൽ അടുത്തത് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ MWCA. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രേഡ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ കറണ്ട് അസറ്റ്സ്. ഇവിടെ അതുതന്നെയാണ് നമ്മളുടെ കറണ്ട് അസറ്റ്സ് ഈക്വൽ ട്രേഡ് ഡെപ്റ്റേഴ്സ് മൈനസ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടും. This adjustment shows the effect of changes in prices arising from volume. It is charged to the profit and loss account and credited to the current cost accounting reserve. ഓൾറെഡി ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യും, അതേപോലെ തന്നെ കറണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? MWCA ഈക്വൽ C-O. നമ്മൾ ഓൾറെഡി അവിടെ തന്നെ പറഞ്ഞ സംഭവങ്ങൾ. ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റലാണ് O. C എന്താണ്? ക്ലോസിംഗ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് IA ആവറേജ് ഇൻഡെക്സ് നമ്പർ ഫോർ ദി പീരിയഡ്. C divided by IC closing monetary working capital divided by IC index number appropriated to closing MWC minus O എന്താണ്? ഓപ്പണിംഗ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ IO ഇൻഡെക്സ് അപ്രോപ്രിയേറ്റഡ് ടു ഓപ്പണിംഗ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ. ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പ്രോബ്ലമാണ് കേട്ടോ. ഇതിനൊരു ഫസ്റ്റ് ലൈൻ വരുന്നുണ്ട്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് നിതിൻ കമ്പനി ഡിസ്ക്ലോസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ എന്നാണ് ഫസ്റ്റ് ലൈൻ. ബാലൻസ് ഷീറ്റ് ഓഫ് നിതിൻ കമ്പനി അതാണ് നമ്മൾക്ക് തന്നിട്ട്. ബാലൻസ് ഷീറ്റ് അല്ല, ബാലൻസ് ഷീറ്റിലെ കുറച്ച് ഡീറ്റെയിൽസ്. നമുക്ക് ഓപ്പണിംഗ് January 1, 2019 തന്നിട്ടുണ്ട്. ക്ലോസിങ് December 31, 2019 തന്നിട്ടുണ്ട്. ട്രേഡ് ഡെപ്റ്റേഴ്സ് 1 lakh, 1,30,000. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 75,000, 80,000. അഡ്വാൻസ് ടു സപ്ലയേഴ്സ് 30,000, 40,000. ഇൻഡെക്സ് നമ്പറുകൾ തന്നിട്ടുണ്ട് 100ഉം 120ഉം. ആവറേജ് ഇൻഡെക്സ് നമ്പറും തന്നിട്ടുണ്ട് 110. ഇല്ലെങ്കിൽ 100 + 120 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കിട്ടും. അപ്പോൾ മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾക്കറിയാം ഓൾറെഡി ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ്? ഓപ്പണിംഗ് നെറ്റ് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ ക്ലോസിങ്ങും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ട്രേഡ് ഡെപ്റ്റേഴ്സ് എത്ര എമൗണ്ട് ഉണ്ട്? ഓപ്പണിങ്ങിൽ 1 lakh ഉണ്ട്. ട്രേഡ് ഡെപ്റ്റേഴ്സ് നമ്മൾ ഇങ്ങോട്ട് കിട്ടാനുള്ളത് കേട്ടോ. ട്രേഡ് ഡെപ്റ്റേഴ്സ് 1 lakh ഉണ്ട്. അഡ്വാൻസ് ടു സപ്ലയേഴ്സ് അതേപോലെ തന്നെയുള്ള അതേ ഇഫക്റ്റാണ്. സപ്ലയേഴ്സിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഒരു 30,000. അത് നമ്മൾക്കൊരു അസറ്റ് പോലെ തന്നെയാണ് അഡ്വാൻസ്. അപ്പോൾ 1,30,000 ആയി. ലെസ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് നമ്മൾ 75,000 ക്രെഡിറ്റേഴ്സിന് കൊടുക്കാണ്ട്. അപ്പോൾ എത്രയാണ് നെറ്റ് മോണിറ്ററി ഓപ്പണിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ? 55,000 കിട്ടും. 1 lakh ഓൾറെഡി ഡെപ്റ്റേഴ്സ് ഉണ്ട്, 30,000 അഡ്വാൻസ് ഉണ്ട്. അതിൽ നിന്നും ലയബിലിറ്റി മൈനസ് ചെയ്തു. ഇനി ഇപ്പുറത്ത് വന്ന ക്ലോസിങ്ങിൽ ഡെപ്റ്റേഴ്സ് 1,30,000 ഉണ്ട്, അഡ്വാൻസ് ടു സപ്ലൈസ് 40 ഉണ്ട്, മൈനസ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് എത്ര? 80. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 90,000 കിട്ടി. ഇനി ഇത് ഓൾറെഡി ആ സംഭവത്തിൽ, അതായത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. MWCA ഈക്വൽ C-O. C ഈക്വൽ 90,000 നമ്മളിവിടെ കണ്ടുപിടിച്ചു. 90,000 മൈനസ് 55,000 മൈനസ് IA ആവറേജ് 110 ഇൻറ്റു 90,000 ഡിവൈഡഡ് ബൈ ക്ലോസിങ്ങിലെ 120 ഇവിടെ കാണാം 120 മൈനസ് 55,000 ഡിവൈഡഡ് ബൈ 100 ഇത്രയും വരും. അപ്പോൾ എത്ര വരും? 90,000 55 പോയാൽ 35 മൈനസ് 110. 90,000 ഡിവൈഡ് ബൈ 120 750 മൈനസ് 55,000 ഡിവൈഡ് ബൈ 100 550. അപ്പോൾ ഈക്വൽ വീണ്ടും എത്ര വന്നു? 35,000. ഇനി 110 കൊണ്ട് 110 ഇൻറ്റു 200 ആണ് അവിടെ വരിക. 750 550 മൈനസ് ചെയ്താൽ 200. അപ്പോൾ 110 ഇൻറ്റു 200 ആണ് ഈ 22,000 കേട്ടോ. അപ്പോൾ 35,000 മൈനസ് 22,000 എത്ര കിട്ടി? 13,000. ഇതാണ് അതിൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മോണിറ്ററി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് അതൊക്കെ തിയറിയാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഒരു ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗം കൂടി വരുന്നുണ്ട്. ഗിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റും അതിൻ്റെ ഒരു പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.